അത്യന്തം നിർണായകവും പ്രവചനാതീതവുമായ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ നെഞ്ചെടുപ്പിലാണ് രാഷ്ട്രീയ കേരളം മറ്റന്നാൾ പോളിംഗ് ബൂത്തിൽ എത്താനിരിക്കെ പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കേന്ദ്ര നേതാക്കളെ ഉൾപ്പെടെ ഇറക്കി പ്രചാരണം കൊഴിപ്പിക്കുകയാണ് എല്ലാ മുന്നണികളും. തിരഞ്ഞെടുപ്പിന്റെ ഓരോ വിശദാംശങ്ങളും പ്രേക്ഷകരിലേക്ക് അപ്പോ എത്തിക്കാൻ ടീം ന്യൂസ് മലയാളം സജ്ജമാണ്. നമ്മൾ ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നു. അതിനു മുൻപ് ഓരോ സ്ഥലത്തെയും നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം ബിനിലേക്ക് പോവുകയാണ്. ബിനിൽ, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞ പോലെ തന്നെ കേരളം ഇന്ന് പരസ്യപ്രചാരണമൊക്കെ അവസാനിപ്പിക്കുകയാണ്. എല്ലാ മുന്നണികളും അവരുടെ താരപ്രചാരകരൊക്കെ രംഗത്തിറക്കി ഈ കൊട്ടിക്കലാശം ആവേശമാക്കാൻ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുമുണ്ട്. ഏറ്റവും ഒടുവിൽ കേരളത്തിന്റെ കൊട്ടിക്കലാശ ദിനത്തിൽ എന്താണ് പൊതുചിത്രം ബിനിൽ? സേതു, ഗുഡ് മോർണിംഗ്. തെക്കൻ കേരളത്തെ സംബന്ധിച്ച് അത് BJPക്ക് ഏറെ നിർണായകമായ പല മണ്ഡലങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരം പ്രത്യേകിച്ച് 3 സീറ്റുകൾ ത്രികോണ മത്സരമുണ്ട്. വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, അതോടൊപ്പം തന്നെ ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കുന്ന നേമം. ഈ 3 മണ്ഡലങ്ങളും ഏറെ നിർണായകമാണ്. അതോടൊപ്പം തന്നെ കൊല്ലത്ത് ചാത്തന്നൂരും BJP പ്രധാനമായും നോക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ 2ാം സ്ഥാനത്തേക്ക് വന്ന മണ്ഡലമാണ്. അവിടെ ഇക്കുറി പിടിക്കാൻ കഴിയുമെന്നാണ് BJPയുടെ ഉറച്ച പ്രതീക്ഷ. നേരത്തെ സേതു പറഞ്ഞതുപോലെ അവസാന ലാപ്പിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇവിടേക്ക് എത്തിയിരുന്നു. നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസമാണ് റോഡ് ഷോ നടത്തിയത്. അമിത്ഷാ ഇവിടെ എത്തിയിരുന്നു. അത് പ്രവാസികളുമായി കൂടിക്കാഴ്ച, പ്രവാസി കൂട്ടായ്മ നടത്തി. അതോടൊപ്പം തന്നെ ചില സ്ഥാനാർത്ഥികൾക്കായി ഒപ്പം എത്തുകയും ചെയ്തു. നിലവിൽ എന്തായാലും BJP വലിയ പ്രതീക്ഷ വയ്ക്കുന്നത് നേമമാണ്. അവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അവിടെ വലിയ രീതിയിൽ പ്രചാരണം നടത്തുന്നു. അവർക്ക് പിടിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമുള്ള മണ്ഡലമാണ്. മറ്റൊന്ന് കഴക്കൂട്ടമാണ്. വി മുരളീധരൻ കഴിഞ്ഞ 5 വർഷമായി സജീവമായി നിൽക്കുന്ന മണ്ഡലമാണ്. അവിടെയും ജയിച്ചു കയറാം എന്നൊരു പ്രതീക്ഷയാണ് BJPക്ക് ഉള്ളത്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം എന്ന് പറയുന്നത് നെയ്യാറ്റിക്കരയും അതോടൊപ്പം തന്നെയുള്ള ആ പ്രദേശത്തെ 4 മണ്ഡലങ്ങളാണ്. നെയ്യാറ്റിക്കര, പാറശാല, അതോടൊപ്പം തന്നെ കാട്ടാക്കട അടക്കമുള്ള മണ്ഡലങ്ങൾ, അരുവിക്കര. ഈ 4 മണ്ഡലങ്ങൾ കോൺഗ്രസ് ഇത്തവണ പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ തവണ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിരുന്നത് ആകെ ഒരു സീറ്റ് മാത്രമാണ്. അത് കോവള സീറ്റ് മാത്രമാണ് പിടിക്കാൻ കഴിഞ്ഞത്. ബാക്കിയുള്ള സീറ്റുകളെല്ലാം LDF ആണ് ജയിച്ചു കയറിയത്. ഇത്തവണ ഒരു വലിയ മുന്നേറ്റം കോൺഗ്രസ്, അല്ലെങ്കിൽ വലിയൊരു നീക്കം കോൺഗ്രസ് നടത്തിയിരുന്നു. ഇവിടുത്തെ CSI നാടാർ സമുദായത്തിന്റെ പ്രധാനപ്പെട്ട അവരുടെ CSI സഭയുടെ സെക്രട്ടറിക്ക് ഒരു സീറ്റ് തമിഴ്നാട് വിളവൻകൂട് നൽകിയിട്ടുണ്ട്. അത് കേരളവുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. അവിടെ ആ സീറ്റ് നൽകിയുടെ ഈ പ്രദേശത്ത് ഈ 4 മണ്ഡലങ്ങളിൽ ആ വോട്ട് ലഭിക്കും എന്നാണ് പ്രതീക്ഷ. പ്രത്യേകിച്ച് അരുവിക്കരയിൽ 5000 താഴെ വോട്ടിലാണ് ജയിച്ച CPM G സ്റ്റീഫൻ ജയിച്ചത് 5000-ൽ പരം വോട്ടുകൾക്കാണ്. അതുകൊണ്ട് ആ പിന്തുണ കിട്ടിയാൽ അവിടെ ജയിക്കാമെന്ന വലിയ പ്രതീക്ഷയുണ്ട്. നെയ്യാറ്റിൻകരയും സമാനമായ സ്ഥിതിയാണ്. അവിടെ 14,000 വോട്ടാണ് CPM-ന്റെ K ആർസൽ നേടിയത്. അങ്ങനെ ജയിച്ചു കയറിയത്. ആ വോട്ടുകൾ കിട്ടിയാൽ നെയ്യാറ്റിൻകര പിടിക്കാമെന്ന വലിയ പ്രതീക്ഷ അവർക്കുണ്ട്. അങ്ങനെ ഇത്തവണ 5-ലധികം മണ്ഡലങ്ങൾ പിടിക്കാൻ കഴിയും തിരുവനന്തപുരത്ത് എന്നാണ് കോൺഗ്രസിന്റെ വലിയ പ്രതീക്ഷയുള്ളത്. പക്ഷേ അത് വിട്ടു നൽകില്ല. ചിട്ടയായ പ്രവർത്തനം അവിടെ ഉണ്ട് എന്നാണ് CPM പറയുന്നത്, LDF പറയുന്നത്. കൊല്ലത്തേക്ക് പോയാൽ അവിടെ 2 സീറ്റുകളിലാണ് UDF-ന് ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. ഇത്തവണ കൂടുതൽ സീറ്റിലേക്ക് ജയിക്കാൻ കഴിയും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. നിലവിൽ പറയുന്നത് പോലെ ചാത്തന്നൂര് BJPയുടെ A ക്ലാസ് മണ്ഡലമായി അവർ കാണുകയാണ്. അവിടെ കഴിഞ്ഞ തവണ BB ഗോപകുമാർ 2ാം സ്ഥാനത്തേക്ക് വന്നതാണ്. ഇത്തവണ ആഞ്ഞു പിടിച്ചാൽ ആ സീറ്റ് കിട്ടുമെന്ന വലിയ പ്രതീക്ഷ അവർക്കുണ്ട്. അങ്ങനെ ആ പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പത്തനംതിട്ടയിലേക്ക് വന്നാലും സമാനമായ സ്ഥിതിയാണ്. അവിടെ UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് അവരുടെ പ്രതീക്ഷയുള്ളത്. എന്തായാലും അവസാന ലാഭിൽ പോലും വലിയ താരപ്രചാരം ഇറക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇന്നിപ്പോൾ രേവന്ത് റെഡ്ഡി ജില്ല തലസ്ഥാനത്തുണ്ട്. അവിടെ UDF-ന് വേണ്ടി സജീവമായ പ്രവർത്തനങ്ങളിൽ അദ്ദേഹമുണ്ട്. ഇന്നിപ്പോൾ അവസാന ദിവസമാണ്, കൊട്ടിക്കലാശമാണ്. ഈ ദിവസം കൂടി പ്രധാനപ്പെട്ട നേതാക്കളെ ഇറക്കി വോട്ട് ഉറപ്പിക്കാൻ തന്നെയാണ് മുന്നണിയിൽ തീരുമാനം. ഇന്ന് റോഡ് ഷോ അടക്കം തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഇടങ്ങളിൽ പ്രത്യേകിച്ച് നേമം, വട്ടിയൂർക്കാവ്, അതോടൊപ്പം തന്നെ കഴക്കൂട്ടം, ഈ 3 മണ്ഡലങ്ങളിലും സജീവം വലിയ കൊട്ടിക്കലാശം തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. വൈകിട്ട് 3 മണി കൂടി അത് തുടങ്ങുകയും 5 മണിക്ക് അത് കൂടുതൽ പ്രവർത്തനം ഇറക്കി സജീവമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. സേതു. ശരി ബിനിൽ, ഓക്കെ. അപ്പൊ തെക്കൻ കേരളത്തിലെ നിലവിലെ കാര്യങ്ങളൊക്കെയും പറയുകയായിരുന്നു നമ്മുടെ ബിനിൽ.